ഹലോ ഫ്രണ്ട്സ്, ഹാഷിം ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. റെഡ്മി നോട്ട് 8ൻ്റെ അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതാണ് ഫോണിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ ഇതിൽ ക്യാമറയെ പറ്റിയും ഇതിൻ്റെ ചാർജിങ്ങും ബാറ്ററിയൊക്കെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറും ഗ്ലാസ് ടൈപ്പൊക്കെ ഇതിൽ ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ഏതാ വേരിയൻ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. മൂൺലൈറ്റ് വൈറ്റാണ് ഞാൻ ഫോണ് പർച്ചേസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് ഈ വിലക്കല്ല, 9,999 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് ഫോണ് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കടയിൽ നിന്നാണ് ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ അവരൊന്ന് ഇത് പൊട്ടിച്ച് തുറന്ന് നോക്കി തരുമല്ലോ. ഇതിന് ഗ്ലാസ് കവറൊക്കെ ഒന്ന് ഒട്ടിച്ചറിഞ്ഞു. ഫോണൊന്ന് എടുത്ത് നോക്കിയതാണ്. പിന്നെ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം എന്നാലും. അപ്പോൾ ഇതിൻ്റെ തുറക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ബോക്സ് കാണാം. അപ്പോൾ ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ കാണാം ഒരു കേസ് കാണാം. നമുക്ക് ഒരു പിന്നും സിം എജക്റ്റിംഗ് ടൂളും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ആ ബോക്സിൻ്റെ പുറത്ത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ കേസിൻ്റെ കവറൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേസിന് നല്ലൊരു കേസ് തന്നെയാണ് അപ്പം ലഭിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നിട്ട് വേറൊരു ഡോക്യുമെൻറ്റും കൂടെ ഉണ്ട് അതിൻ്റെ ഒപ്പം. അത് ഇതിൻ്റെ കാര്യങ്ങൾ ഇൻഫർമേഷനൊക്കെ എഴുതി വെച്ചേക്കുന്ന ഡോക്യുമെൻ്റാണ്. ഫോണിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഫോണിലേക്ക് തന്നെ കിടക്കാം. അതിനു മുമ്പായിട്ട് ചാർജറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ചാർജർ എടുക്കാൻ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കണത്, കുറച്ച് ടൈറ്റാണ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. കിട്ടി. അപ്പോൾ 18 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജർ തന്നെയാണ് ഇതിൻ്റെ ഒപ്പം ഈ കമ്പനി കൊടുത്തേക്കുന്നത്. ഓൺ ബോക്സിൽ ഉണ്ട് ചാർജർ. ഇനി ഇതിൻ്റെ കേബിൾ ഒന്ന് എടുത്ത് നോക്കാം. സി ടൈപ്പ് കേബിളാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. സി ടൈപ്പ് നല്ലൊരു കേബിൾ തന്നെയാണിത്. നല്ലൊരു കേബിൾ തന്നെയാണത്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് നേരെ കിടക്കാം. നമുക്കൊന്ന് കേസ് ഒന്ന് ഇട്ട് നോക്കാം. കേസ് ഇടാൻ കുറച്ച് പാടുണ്ട്, ടൈറ്റാണ്. ഈ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചുകൊണ്ട് കുറച്ചും കൂടെ ടൈറ്റ് ഉണ്ട്. പിന്നെ ഫോൺ എടുത്തേക്കണ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, മൂൺലൈറ്റ് വൈറ്റാണ് ഫോൺ എടുത്തേക്കുന്നത്. കുറച്ച് പാട് വിട്ടു ഇടാൻ. അല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു കേസ് തന്നെയാണിത്. കമ്പനി കൊടുക്കുന്നത് നല്ലൊരു കേസ് തന്നെയാണ്. ഫോണ് നല്ലൊരു ഫോൺ തന്നെയാണ്. കാഴ്ചയ്ക്കൊക്കെ നല്ലൊരു ഫോൺ തന്നെയാണ്. നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി കേസ് തന്നെയാണ് കൊടുക്കുന്നത്. നോച്ച് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത് ഫോണിൻ്റെ. അടിയിൽ തന്നെ റെഡ്മിയുടെ തന്നെ ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് വരാം. അപ്പോൾ അവിടെ റിമോട്ട് കൺട്രോളും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈഡ് ബട്ടൺ, വോളിയം കീ ബട്ടൺസൊക്കെ ഇതിൽ കാണാം. നമുക്ക് ഫോണൊന്ന് ഓണാക്കി വെക്കാം. ഫോണൊന്ന് അവിടെ ഓണായിട്ട് ഫോൺ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്.
ഓണായിട്ടുണ്ട് ഫോൺ. MI wight 10. പിന്നെ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹിന്ദിയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഹിന്ദിയാണ് വന്നേക്കണേ. ഏതാ സെലക്ട് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കണക്ട് ടു നെറ്റ്വർക്ക് സ്കിപ്പ് അടിക്കുക. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ സിം കാർഡ് ഇപ്പോൾ ഇട്ടിട്ടില്ല, അതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. പിന്നെ ഗൂഗിൾ പ്ലേ സർവീസ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ പാസ്വേഡ് കൊടുക്കാനുണ്ട്, ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ ഇത് ആഡ്സിൻ്റെ സെറ്റിങ്സാണ്, ഇതൊക്കെ ഒന്ന് ഓഫാക്കി ഇടുക. പരമാവധി ഓഫാക്കി ഇടുക. ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് ഒന്നും വരില്ല. തീമൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും തീം, നല്ല തീം ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ക്ലാസിക്കൽ തീം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അടിച്ചിട്ട് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ലോഡിങ് ആപ്സ്, ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈനാണ്. ഇവിടെ അടിഭാഗത്തൊക്കെ നോക്കുമ്പോൾ കാണാം നമുക്ക് ചാർജിങ് സി പോർട്ട്, പിന്നെ സ്പീക്കർ, ഹെഡ് ജാക്കും മൈക്രോഫോൺ ഹെഡ് ജാക്കൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടൈം എടുത്തായിരുന്നു. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സെറ്റിങ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഫോണിൻ്റെ എബൌട്ട് ഫോൺ എടുക്കുമ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ് വരുന്നത്. 9 Pi ആണ് ഉള്ളത്. MIUI വെർഷൻ 10 ആണ് വരുന്നത്. അതിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. റാം 4 GB, ഇൻറ്റേർണൽ സ്റ്റോറേജ് 64 GB, 49 GB അവൈലബിൾ ആയിട്ടുണ്ട്. 64 GB റാമും 4 GB റാമും 64 GB റോമുമാണ് ഉള്ളത്. ഇപ്പോൾ ബാറ്ററിയുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് നോക്കാൻ കഴിയുന്നതാണ്. ഇതിൽ ബാറ്ററിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ 4000 mAh ബാറ്ററിന്ന് 4000 mAh ബാറ്ററിയാണ്. ഇതിപ്പോൾ സ്റ്റോറേജാണ് ഞാൻ നോക്കുന്നത്, 64 GB. ഇതിൻ്റെ ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വീഡിയോ നൈറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇനിയിപ്പോൾ നാളെ ഒന്ന് എടുത്ത് സെൻഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാം. ക്വാഡ് ക്യാമറയാണ് ഫോണിനുള്ളത്. 48 MB, 8 MB പ്ലസ് 2 MB പ്ലസ് 2. മാക്രോ, ഡെപ്ത്, അൾട്രാ വൈഡ് എന്നിങ്ങനെ 3 ക്യാമറകളും. മെയിൻ ക്യാമറ 48 MB ആണ്. സെൽഫി ക്യാമറ 13 MB ആണ് ഉള്ളത് ഫോണിന്. സിം എജക്റ്റൊക്കെ ടൂളൊക്കെ ഉപയോഗിച്ചൊന്ന് സിമ്മിൻ്റെ ട്രൈ ഒന്ന് നോക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ട്, ഈ ഫോൺ ആയതുകൊണ്ടായിരിക്കും. നമുക്ക് നോക്കാം. അത് കിട്ടി. അപ്പോൾ ഇത് ഡുവൽ സിമ്മും മെമ്മറി കാർഡും ഉണ്ട്. ആദ്യത്തെ MIയുടെ ഫോണുകൾക്കൊന്നും അതില്ലായിരുന്നു. ഡുവൽ സിം ഇടാമെങ്കിലും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ അത് അവർ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഡുവൽ സിമ്മും മെമ്മറി കാർഡും ഇടാൻ പറ്റുന്ന ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ് ഫോണിനുള്ളത്. ഫോണിൻ്റെ ക്യാമറയുടെ വിവരങ്ങളൊക്കെ ഞാൻ വേറൊരു നാളെ, അതായത് ഇപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് നാളെ ഫോട്ടോ എടുത്തൊന്ന് ഈ വീഡിയോയോടൊപ്പം ഞാൻ ചേർക്കാം. 48 MBയുടെ ക്യാമറയും AI ക്യാമറയ്ക്ക് സപ്പോർട്ടാണ് ഇതിൽ. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് നാളെ നമുക്ക് നോക്കാം ക്യാമറയുടെ കാര്യങ്ങളൊക്കെ. രാത്രിയാണ് ഞാൻ അൺബോക്സ് ചെയ്യണത്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ വരുന്നത് 48 MB ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫോട്ടോയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ക്ലിക്കാവുന്നുണ്ട്. ക്യാപ്ചറിങ് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഡെപ്ത്
അതായത് മാക്രോ മോഡിനുള്ള വേറൊരു ഓപ്ഷൻ തന്നെ ഈ ഫോണിലുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 48 MB അതിനൊരുള്ള ഓപ്ഷൻ ഉണ്ട്. പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓൾറെഡി തന്നെ. നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ സാധാ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ അൾട്രാ വൈഡും സൂമിങ്ങും ഒക്കെ കൂട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഓപ്ഷൻ തന്നെ ഉണ്ട്. അൾട്രാ വൈഡ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട്, സൂമിങ് എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നുള്ളൊരു കാര്യം നമ്മുടെ വീഡിയോ ക്വാളിറ്റിയാണ്. അതിപ്പോൾ 4K ഷൂട്ടിങ് നല്ല സപ്പോർട്ടാണ് ഇതിനകത്ത്. അതിലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിലിട്ടേക്കാം. Jack it up. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.